ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് ചോദിക്കാന്നല്ല കേട്ടോ, ചോദിച്ചാൽ അത് ശിർക്കാണ് എന്നതിന് നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫി ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അല്ല, ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. അത് യഥാർത്ഥത്തിൽ ആ ആയത്തിൽ പറഞ്ഞത് ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നാണ് എന്നിട്ട് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. അതിന് വിഷയത്തിൽ വൈജ്ഞാനിക സംവാദത്തിനുണ്ടോ? ആ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചത് എന്നിട്ടും അത് ശിർക്കാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പറയുന്നു ഇത് അബ്ദുറഹ്മാൻ സലഫി നടത്തിയ വ്യക്തമായ ഖുർആൻ ദുർവ്യാഖ്യാനമാണ്. ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈജ്ഞാനികമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ? ലോകത്ത് പുറത്തിറങ്ങിയ മുഴുവൻ തഫ്സീറുകൾ എടുത്തോളൂ, ആധുനികരും പൗരാണികരുമായ മുഴുവൻ തഫ്സീറുകളും. അതെല്ലാവരും അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ തഫ്സീർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏത് തഫ്സീറും എടുത്തോളൂ, ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ കാര്യം, അതായത് ഈ സഹായാർത്ഥന അവര് നടത്തിയത്, ഈ അഭയതേട്ടം അവര് നടത്തിയത് ഹയ്യായ ജിന്നിനോടാണ്, ഹാലിറായ ജിന്നിനോടാണ്, ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടതാണ് എന്നാണല്ലോ പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ അത് ദുർവ്യാഖ്യാനമാണ്. അഥവാ അവർ തേടിയത് ഹയ്യായ ജിന്നിനോടല്ല, അവർ തേടിയത് ഹാലിറായ ജിന്നിനോടല്ല, അവർ തേടിയത് ജിന്നിന്റെ കഴിവിൽപ്പെട്ടതല്ല എന്ന് തെളിയിക്കാൻ ഈ ജിന്നുവാദം അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ, അവരുടെ പണ്ഡിത സഭ തയ്യാറാണോ? 100 വട്ടം തയ്യാറാണ്. ജിന്നുവാദം നിങ്ങൾക്കാണ്, ഞങ്ങൾക്കല്ല. പറയാലോ ജിന്നുവാദം പൂടല്ലെന്ന്. 100 പ്രാവശ്യം തയ്യാറാണ്. കേട്ടോ, കായക്കൊടി ശരിക്കും പഠിച്ചോ. എന്താ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത്? വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി എന്നതിന്റെ വിശദീകരണം അത് ഹയ്യായ ഹാദിറായ ഖാദിറായ ജിന്നാണ്. അതാണ് ആയത്തിൽ പറഞ്ഞിരിക്കും. ഞാൻ പറയുന്ന കോഴിക്കോട് വെച്ച് പറഞ്ഞു, അത് ദുർവ്യാഖ്യാനമാണ്, നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അത് ദുർവ്യാഖ്യാനം തെളിയിക്കാൻ വേണ്ടി ഹനീഫ് കായക്കൊടിയും ദുർവ്യാഖ്യാനിച്ചു. ഇനി കേട്ടോ, ഈ ആയത്തിൽ പറഞ്ഞ ജിന്ന് ഹയ്യായ ഹാദിറായ ഖാദിറായ ജിന്നാണോ? നമുക്ക് ജിന്നുകൾ എന്താ തഫ്സീർ നോക്കാം. അഹ്ലുസുന്ന അംഗീകരിക്കുന്ന 1-ാമത്തെ തഫ്സീർ പിടിച്ചോ, തൊബരി. ഇമാം തൊബരിയുടെ തഫ്സീർ എടുക്ക്. തൊബരിയുടെ തഫ്സീറിൽ കാണാം എന്താണ്? ഖാല ഹദ്ദസന ഇബ്നു ഹമീദ് ഖാല ഹദ്ദസന മിഹ്റാൻ അൻ സുഫ്യാൻ അൻ മൻസൂർ അൻ ഇബ്രാഹിം ഫീ ഖൗലിഹി തആല വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി. ശരിക്ക് കേട്ടോ കായക്കൊടി. കാനു ഇദാ നസലുൽ വാദി ഖാലു നഊദു ബിസയ്യിദി ഹാദൽ വാദി മിൻ ശർരി മാ ഫീഹി എന്ന് പറഞ്ഞാൽ ഫതഖൂലുൽ ജിന്നു, ജിന്നുകൾ പറയും. ഈ ഇസ്തിആദത്ത് മനുഷ്യന്മാർ നടത്തുമ്പോൾ ജിന്നുകൾ പറയും. എന്താ പറയാ? മാ നംലികു ലക്കും വലാ ലി അൻഫുസിനാ ദർറൻ വലാ നഫ്ആ. ഞങ്ങൾ സ്വന്തത്തിനു തന്നെ ഞങ്ങൾക്ക് തന്നെ ഉപകാരം ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല, പിന്നെയാണോ നിങ്ങൾക്ക് ഉപകാരം ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുക എന്ന് ജിന്നുകൾ പറയും. അപ്പൊ ഖാദിറാണോ? അല്ലേ? നിങ്ങളെന്താ പറഞ്ഞത്? ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യല്ലേ? ജിന്നുകൾ പറയുന്നു ഞങ്ങളുടെ കയ്യിൽപ്പെട്ടതല്ല. ജിന്ന് പറയാണ് ഈ ആൾക്കാർ ചോദിച്ചത് ഞങ്ങളുടെ കയ്യിൽപ്പെട്ടതല്ല. കായക്കൊടി പറയാണെന്ത്? കയ്യിൽപ്പെട്ടതാണ്. നമ്മൾ ആദ്യം വിശ്വസിക്കുക, നമുക്ക് ജിന്നുകൾ വിശ്വസിക്കുക. ഇത് തൊബരിയിലുണ്ടോ അല്ലേ? നിങ്ങൾ തഫ്സീറൊന്നും നോക്കാതെ മേപ്പെട്ട് വെട്ടിയേക്കണ്ട, ഒക്കെ വായിച്ചിട്ട് വരി. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാ, 100 വട്ടം തയ്യാറാ. അപ്പൊ ഈ ജിന്നുകൾ എന്താ പറഞ്ഞത്? ജിന്ന് പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്കു തന്നെ സാധിക്കുകയില്ല, ഞങ്ങളതിന് ഖാദിറല്ല. അതുകൊണ്ട് അതിന് അബ്ദുറഹ്മാൻ സലഫിയുടേത് തനിച്ച ദുർവ്യാഖ്യാനമാണെന്ന് ജിന്നുകൾ പറയുന്നു, ഞങ്ങളല്ല പറഞ്ഞത്. അബ്ദുറഹ്മാൻ സലഫി നടത്തിയ ദുർവ്യാഖ്യാനമാണെന്ന് സാക്ഷാ ജിന്നുകൾ തന്നെ പറയുന്നു. പിടിച്ച ഒരു തഫ്സീർ. ഇനിയോ മഹാസിനു തഅവീൽ ഖാസിമി, സലഫി പണ്ഡിതനാണ് അദ്ദേഹം. മറ്റേ മൂത്താടൻ ഖാസിമി അല്ല കേട്ടോ, ഞാൻ പറയണ്ട, ഇത് അഹ്ലുസുന്നയുടെ പണ്ഡിതനാ. മഹാസിനു തഅവീൽ ഖാസിമി സലഫി പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തഫ്സീർ കേട്ടോ. ഫഫിൽ ആയത്തി ഇശാറത്തുൻ ഇലാ മാ കാനൂ യഅതഖിദൂന ഫിൽ ജാഹിലിയത്തി.
ഈ പറയുന്നത് അവിടെ ജിന്നുണ്ട് എന്ന വിശ്വാസം അത് ജാഹിലിയത്തിലെ അഖീദയായിരുന്നു. എന്താ ഒരു അഖീദ? ശരിക്ക് കേട്ടോ. മിൻ അന്നൽ വുദിയാന മഖറുൽ ജിന്നി, ഈ ജിന്നുകളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ചില വാദികളാണ്. ആ വാദികളൊക്കെ ജിന്നുകളുടെ മഖറാണ്, ആ ജിന്നുകളുടെ ഹാദിറുണ്ടാകും എന്നത് ജാഹിലിയത്തിന്റെ അഖീദയാണ്. ഞാൻ ചോദിക്കുന്നു, അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് ജാഹിലിയത്തിന്റെ അഖീദയാണ്. അങ്ങനത്തെ ഒരു എല്ലാ വാദിയിലും ജിന്നുണ്ടെന്ന് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? ജാഹിലിയത്തിൽ നിന്ന് കിട്ടി. നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയത്? ജാഹിലിയത്തിന് കിട്ടിയത് ജാഹിലിയ അഖീദയാണ്. മാത്രമല്ല വഅന്ന റഉസാഹും തഹ്മീഹിം മിൻഹും, ആ ജിന്നുകളുടെ നേതാക്കന്മാർ അവരെ സംരക്ഷിക്കുമെന്നത് ജാഹിലിയത്തിന്റെ അഖീദയാണ്. അതിനവർക്ക് കഴിയൂല. അങ്ങനെ എല്ലാ വാദിയിലും ജിന്നില്ല. അങ്ങനെ ജിന്നുണ്ട് എന്നത് ജാഹിലിയത്തിന്റെ അഖീദയാണ്. ഇനി കേട്ടോ, വീണ്ടും كانوا إذا نزلوا الوادي قالوا نعوذ بسيد هذا الوادي من شر ما فيه فتقول الجن, അപ്പോൾ ജിന്നുകൾ പറയും മാ നംലികു ലക്കും വലാ ലിഅൻഫുസിനാ ദുർറൻ വലാ നഫ്ആ, ഞങ്ങൾക്ക് സ്വന്തത്തിന് ഉപകാരം ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കുകയില്ല, പിന്നല്ലേ ഈ മനുഷ്യന്മാർക്ക്. അപ്പൊ ജിന്നുകൾ, ഈ മനുഷ്യന്മാർ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന് കൊടുക്കാൻ ഈ ജിന്നുകൾ ഖാദിറല്ല എന്ന് ഈ ജിന്നുകൾ തന്നെ പറയുന്നു. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി നടത്തിയതും അനീഫ് കായക്കൊടി ന്യായീകരിച്ചതും ഇന്ന് സീഡിയിട്ടവർക്കാർ പറയുന്നതും തനിച്ച ഖുർആൻ ദുർവ്യാഖ്യാനമാണ്. തനിച്ച ഖുർആൻ തഫ്സീറാ പറഞ്ഞു, ജിന്നുകളാ പറഞ്ഞു. കേട്ടോളി, നമ്മളെ പറ്റി ജിന്നുകൾ പറഞ്ഞോളി. ഒറിജിനൽ ജിന്നുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതൊക്കെ തഫ്സീറിന് വായിക്കണം, മനസ്സിലായില്ലേ? ഇനി കേട്ടോളി, ഇമാം അദ്ദേഹത്തിന് തഫ്സീറിൽ കാണാം ഈ ഇസ്തിആദത്തിന്റെ ശിർക്കി, അത് ശിർക്കാണ്. അത് എന്തുകൊണ്ടാണ്? കാരണം അത് ജാഹിലിയത്തിന്റെ അഖീദയായിരുന്നു, ജാഹിലിയത്തിന്റെ വിശ്വാസമാണ്. വലിദാ നസറത്ത് സൂറത്ത് മുഅവദത്തൈനി, ഇങ്ങനെ ജാഹിലിയത്തിൽ സമ്പ്രദായമുള്ളത് കൊണ്ടാണ് അല്ലാഹ് ഈ രണ്ട് സൂറത്ത് ഇറക്കിയത്, മുഅവദത്തൈനി ഇറക്കിയത്. അവിടെ ചെന്നാൽ ജിന്നിനല്ല വിളിക്കേണ്ടത്, അവിടെ ചെന്നാൽ അള്ളാഹിനെയാണ് വിളിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ. ഖുർത്തുബിയിൽ ഇതുണ്ട്. വലാ ഖഫ അന്നൽ ഇസ്തിആദ ബിൽ ജിന്നി വൽ ഇസ്തിആദ ബില്ലാഹി കുഫ്റുൻ വശിർക്കുൻ. അത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് അവിടെ ജിന്നുകളോട് ചോദിച്ചത്. അഥവാ ആ ജിന്നുകൾ അതിന് ഖാദിറല്ല എന്നത് തന്നെയാണ് ഇമാം ഖുർത്തുബിയും അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ ചോദിച്ചപ്പോൾ അത് കുഫ്റും ശിർക്കുമായി. ഇനി ഇത് മാത്രമല്ല, കേട്ടോളി, ഇബ്നു ആശൂറിന്റെ തഫ്സീർ എന്താ ഉള്ളത്? തഫ്സീറാണല്ലോ. കാനു യതവഹമൂന, കാരണം ഈ ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകളുടെ വഹമാണ്, ഊഹമാണ്. അന്നൽ ജിന്ന തസ്കുനുൽ ഖഫറ വഹിയ ഔഹാമും വതഖയ്യുലാത്ത്, എല്ലാ വാദികളിലും ജിന്നുകൾ ഉണ്ടെന്ന് അബ്ദുറഹ്മാൻ സലഫിയുടെ വാദവും കായക്കൊടിയ വാദവും അത് തനിച്ച ഖുറാഫാത്താണ്. ഇബ്നു ആശൂറിന്റെ തഫ്സീറിൽ എന്താ പറഞ്ഞത്? ആ ജിന്ന് ഹയ്യാണ്, ഹാദിറാണ്, ഖാദിറാൻ എന്നല്ലേ? അവിടെ ഹാദിർ? എല്ലാ വാദിയിലും ജിന്നുണ്ടോ? കായക്കൊടി നിങ്ങളുടെ വീട് ഹാദിയിലാണെങ്കിൽ അവിടെ ജിന്നുണ്ടോ? അവിടെ ശൈത്താൻ ഉണ്ടാവും ചിലപ്പോൾ, മനസ്സിലായില്ലേ? എല്ലാ വാദിയിലും ജിന്നുണ്ടെന്നത് അത് ജാഹിലിയത്തിന്റെ ഖുറാഫാത്താണ്, മനസ്സിലായില്ലേ? ഇങ്ങോട്ട് ആ ഖുറാഫാത്തായ ജിന്നിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്ന. ഇനി കേട്ടോ, വീണ്ടും പിടിച്ചോ, തഫ്സീറിലെ വേണ്ടിയത് നിങ്ങൾ പച്ചയായ ഖുർആൻ ദുർവ്യാഖ്യാനം സലഫി പണ്ഡിതന്മാരെ കിതാബെന്ന് വായിക്കണേ. കേട്ടോളി, സുലൈമാൻ ബിൻ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടി ഞങ്ങളുടെ അഖീദയിലുള്ള ആളാ, നിങ്ങളുടെ അഖീദല്ല. കേട്ടോ, ഇന്ന ഹുക്മുൽ ആയത്തി ആമുൻ ഫീ കുല്ലി മുസ്തഈദിൻ ബിഗൈരില്ലാഹ് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലാ ഹുവ സുബ്ഹാനഹു, അല്ലാഹുവിന് മാത്രം കഴിയുന്ന, പടച്ചറബല്ലാത്ത ആർക്കും കഴിയാത്ത ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് ഈ ആയത്തിൽ ഇത് വിശദീകരണമുണ്ട്. കാരണം ഇതിൽ ഇബ്റത്തു ഫിൽ ഖുർആനി ബിഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസി സബബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുമ്പോൾ അതിന് ലഫ്ള് ആമായിട്ട് പറയും, അതിന്റെ സംഭവം ഖാസാണെങ്കിലും. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്ന ആളുകൾക്ക് ഈ ആയത്തിൽ ഹുക്കുമുണ്ട്. അപ്പൊ എന്താണ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടി പറഞ്ഞത് റഹിമഹുല്ലാ? അദ്ദേഹം പറഞ്ഞെന്താ? ഈ ആയത്തിൽ പറഞ്ഞ ഇസ്തിആദത്ത് അള്ളാഹുവിന് മാത്രം കഴിയുന്നതാണ്, അത് ജിന്നുകൾക്ക് കഴിയുന്നതല്ല. അബ്ദുറഹ്മാൻ സലഫിയുടെ
ഖാദിറാണെന്ന വാദം പൊളിഞ്ഞുപോയി. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി നടത്തിയത് ദുർവ്യാഖ്യാനമാണ്. കായക്കൊടി നടത്തിയ ദുർവ്യാഖ്യാനമാണ്. CD ടവർക്കാട് നടത്തുന്നത് ദുർവ്യാഖ്യാനമാണ്. ഇനിയും പിടിച്ചോ. ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശർഹുൽ ഉസൂൽ സലാസത്തുൽ ഉസൂൽ പറയാൻ അൽ ഇസ്തിആദത്തു ബിൽ അംവാതി അവിൽ അഹ്യാഹി ഗൈറിൽ ഹാദിരീനിൽ ഖാദിരീന അലൽ ഔദി ഫഹാദാ ശിർകുൻ. അവിടെ ഹാദിറല്ലാത്ത ഖാദിറല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണ്. വമിൻഹു ഖൗലുഹു തആല, അതാണ് അല്ലാഹുവിന്റെ ആയത്തിൽ പറഞ്ഞത് വഅന്നഹു കാന റിജാലു മിനൽ ഇൻസി യഊദൂന ബിരിജാലി മിനൽ ജിന്നി. ആ ജിന്ന് അവിടെ ഹാദിറുമല്ല ഖാദിറുമല്ല. ആരാ പറയുന്നത്? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഇനി വേണോ തഫ്സീർ? വേണോ? ആ ജിന്ന് അവിടെ ഹാദിറുമല്ല ഖാദിറുമല്ല. ഒന്നുകൂടി വായിച്ചു തരാം. അൽ ഇസ്തിആദത്തു ബിൽ അംവാതി അവൽ അഹ്യാഹി ഗൈറിൽ ഹാദിരീന വൽ ഖാദിരീന അലൽ ഔദി, സഹായിക്കുവാൻ ശേഷിയില്ലാത്ത ഹാദിറല്ലാത്ത ഖാദിറല്ലാത്ത ആളുകളുടെ മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിക്കൽ ഫഹാദാ ശിർകുൻ, അത് ശിർക്കാകുന്നു. വമിൻഹു ഖൗലുഹു തആല, അതാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് വഅന്നഹു കാന റിജാലു മിനൽ ഇൻസി യഊദൂന ബിരിജാലി മിനൽ ജിന്നി എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ അതാണുള്ളത്. അബ്ദുറഹ്മാൻ സലഫി പറയുന്നു ഹയ്യും ഹാദിറും ഖാദിറുമാണ്. ഉസൈമീൻ പറയുന്നു ഹാദിറുമല്ല ഖാദിറുമല്ല. അങ്ങനെയുണ്ട് ദുർവ്യാഖ്യാനമുണ്ടല്ലേ? മറുപടി പറയുന്നത്